നമസ്കാരം, ഞാൻ ബിജു. എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൗണ്ടേഷൻ വാട്ടർ പ്രൂഫ് ചെയ്താൽ പോലും ആ ഫൗണ്ടേഷനിൽ നിന്ന് ഭിത്തിയിലോട്ട് നനവ് കയറുന്നു, ഫൗണ്ടേഷൻ നനഞ്ഞ് കുതിർന്നു വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് രണ്ട് ആവശ്യങ്ങൾക്കാണ്. കരിങ്കല്ല് ഉപയോഗിച്ചല്ല ഫൗണ്ടേഷൻ പണിയുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫൗണ്ടേഷൻ നനഞ്ഞ് കുതിരാതിരിക്കാനുള്ള വാട്ടർ പ്രൂഫിംഗ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ ആവശ്യമാണ് ഫൗണ്ടേഷനിൽ നിന്ന് മുകളിലോട്ട് നനവ് കയറാതിരിക്കുക എന്നൊരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ട പ്രത്യേക വാട്ടർ പ്രൂഫിംഗ് നമ്മൾ ചെയ്യണം. അത് ഫൗണ്ടേഷനിൽ നിന്ന് ഭിത്തിയിലോട്ടുള്ള കാപ്പിലറി സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വാട്ടർ പ്രൂഫിംഗ് ആണ്. ആ ഒരു വാട്ടർ പ്രൂഫിംഗ് ചെയ്താൽ മാത്രമേ ഫൗണ്ടേഷനിൽ നിന്ന് ഭിത്തിയിലോട്ട് നനവ് കയറാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ നനയാതിരിക്കാനുള്ള വാട്ടർ പ്രൂഫ് ചെയ്യും, അതിനുശേഷം ഭിത്തിയിലോട്ട് നനവ് കയറില്ല എന്നൊരു വാഗ്ദാനം മാത്രമാണ് കസ്റ്റമർക്ക് കിട്ടുന്നത്. ഇങ്ങനൊരു വാഗ്ദാനം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷൻ വാട്ടർ പ്രൂഫിംഗ് പൂർണ്ണമാകുകയില്ല. അത് പൂർണ്ണമാകണമെങ്കിൽ മുകളിലോട്ട് കാപ്പിലറി സ്റ്റോപ്പ് ചെയ്യുന്നതിനുള്ള വാട്ടർ പ്രൂഫിംഗ് കൂടെ ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് പല ബിൽഡിങ്ങുകളിലും വളരെ വേഗത്തിൽ ഈ നനവ് കയറി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. ഞങ്ങൾ പല സൈറ്റുകളും ഇൻസ്പെക്ട് ചെയ്തത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, ചില ബിൽഡിങ്ങുകളിൽ പാലുകാച്ചിന് മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷമാണ് ആ ബിൽഡിങ്ങിൽ പാലുകാച്ച് നടത്തിയത്. അതേപോലെ തന്നെ 1 വർഷം, 2 വർഷം, 3 വർഷം ഇതിനുള്ളിൽ വളരെയധികം നനവ് കയറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ബിൽഡിങ്ങുകളെല്ലാം തന്നെ ഫൗണ്ടേഷനിൽ വാട്ടർ പ്രൂഫ് ചെയ്ത ബിൽഡിങ്ങുകളുമാണ്. എന്നാൽ പോലും നനവ് വളരെയധികം കയറുന്നതായിട്ട് കാണുന്നത്. ഇതിൻ്റെ കാലാവധി വ്യത്യാസം വരുന്നത് ഓരോ പ്രദേശത്തെയും വെള്ളത്തിൻ്റെ സാന്നിധ്യം അനുസരിച്ച് ഈ വ്യത്യാസങ്ങൾ സംഭവിക്കും. ചിലത് പാലുകാച്ചിന് മുമ്പ് സംഭവിക്കുന്നു, ചിലത് 1 വർഷം, 2 വർഷം, 3 വർഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവിടുത്തെ ആ പ്രദേശത്തെ വെള്ളത്തിൻ്റെ സാന്നിധ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ബിൽഡിംഗ് എത്ര വർഷത്തേക്കാണ് നമ്മൾ പണിയുന്നതെന്ന് ആ ബിൽഡിങ്ങിൻ്റെ ഓണർ അറിഞ്ഞിരിക്കണം. എത്ര വർഷത്തേക്കാണ് ആ ബിൽഡിംഗ് പണിയുന്നതെന്ന് ആ ഒരു ലൈഫ് കിട്ടുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് ആയിരിക്കണം നമ്മൾ ഫൗണ്ടേഷനിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ദീർഘകാലം ഈ ഫൗണ്ടേഷനിൽ നിന്ന് ഭിത്തിയിലോട്ട് നനവ് കയറാതിരിക്കുന്നതും ആയ പ്രശ്നങ്ങളെ നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളൊരു ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ അവിടെ ഒരു വാട്ടർ പ്രൂഫിംഗ് കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഇസ് ബിജു, എബനേസർ വാട്ടർ പ്രൂഫിംഗ്.